നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വശ്യത്തെക്കുറിച്ചാണ്. ഈ വശ്യം എന്ന് പറഞ്ഞത് ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ള പ്രത്യേകമായ ചില വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ദമ്പതിമാർ തമ്മിലുള്ള കലഹങ്ങളും അതുപോലെ തന്നെ കമിതാക്കൾ തമ്മിലുള്ള കലഹങ്ങളും അതുപോലെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീക്ക് പുരുഷനെയോ ലഭിക്കാനായിട്ട് ആകൃഷ്ടയാവാൻ വേണ്ടിയിട്ട്, അതായത് ദേവനെ കൊണ്ടാണ്, അതുപോലെ തന്നെ വിഷ്ണുവായയുടെ വശ്യമന്ത്രത്തെ കൊണ്ടാണ് ആ പൂജകൾ ചെയ്യുന്നത്. അപ്പോൾ ദമ്പതിമാർ പിണങ്ങി തിരിഞ്ഞ് മാറി നിന്നാൽ അവരിലുള്ള ഒരു അകൽച്ച മാറി ആകർഷണവും അവർക്ക് അതുപോലെ തന്നെ വശ്യമായിട്ടുള്ള ഒരു ചിന്ത വരാനും ആകർഷണമായിട്ടുള്ള ചിന്ത വരാനും ചെയ്യുന്നതാണ് ഈ വശ്യപൂജ. അപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ അവർ പ്രകൃതി നിയമിതമായിട്ടുള്ള കാര്യങ്ങളാൽ ദോഷങ്ങളെ കൊണ്ട് വന്നിട്ടുള്ള അകൽച്ചയാണെങ്കിൽ ഈ വശ്യം ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് മാറാനും അവരൊത്തൊരുമിച്ച് പോവാനും അതുപോലെ നല്ല ബന്ധവും അതുപോലെ ദൃഢമായ ബന്ധവും ഉണ്ടാവാനായിട്ട് വളരെ അനുകൂല സ്ഥിതികളുണ്ടാവും. അതേസമയം ഇത് നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത് പ്രവർത്തിക്കാനും ചെയ്യാനും പാടുള്ളൂ. അല്ലാതെ അന്യമായതും സാമൂഹ്യനീതിക്ക് നിരക്കാത്തതുമായിട്ടുള്ള രീതിയിൽ ആ ക്രിയ ചെയ്താൽ എത്രത്തോളം ഫലം കിട്ടും എന്ന് പറയാൻ കഴിയില്ല. അത് ഫലപ്രാപ്തി വളരെ കുറവുമായിരിക്കും.